2025 NMOസിന്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എക്സാമിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തു. ഡിസംബർ 30-നാണ്. നമ്മുടെ മുന്നിൽ വളരെ ടൈറ്റ് ഷെഡ്യൂൾ നമ്മുടെ മുന്നിൽ. കാരണം വെച്ചാൽ അതിനിടയിലാണ് നമുക്ക് ക്രിസ്മസ് പരീക്ഷ വരുന്നത്. ക്രിസ്മസ് പരീക്ഷ വരുന്നു. അത് കഴിഞ്ഞ ഉടനെ NMOസിന്റെ പരീക്ഷ വരുന്നു. സാറ്റ് മാറ്റ് ഒരു തരി പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിട്ടുകൊടുക്കാൻ പാടില്ല. കാരണം സാറ്റ് പഠിച്ചത് തന്നെ നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്കും നല്ല സ്കോർ ചെയ്യാൻ പറ്റും. ആ ഒരു പേടി എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ പഠിക്കുന്ന അതേ സാധനം തന്നെയാണ്, സാറ്റ് തന്നെയാണ് നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ രണ്ടും പാരലായിട്ട് കൊണ്ടുപോവുക. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റിനൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം. മാറ്റ് പ്രോബ്ലം സോൾവിങ് സ്കില്ല് കൂട്ടിയെടുക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണം. പ്രീവിയസ് ഇയർ എത്രത്തോളം നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമോ കളക്ട് ചെയ്യുന്നു, അത് സംഘടിപ്പിക്കുന്നു ചെയ്യണം. ഒരു 1000-1500 ചോദ്യങ്ങൾ എന്തെങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ NMOസിൻ്റെ പരീക്ഷന് മുന്നേറ്റ് നിങ്ങൾ ചെയ്ത് തീർക്കണം. അപ്പോൾ അങ്ങനെ ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റിലേക്കോട്ടെ സാറ്റിലേക്കോട്ടെ നല്ല സ്കോർ ചെയ്യാൻ കഴിയും. സാറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ സിലബസിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. എന്നാൽ പോലും നിങ്ങൾ 7ാം ക്ലാസ്സിലെ എല്ലാ ലൈൻ ബൈ ലൈൻ എന്ത് ചെയ്യും, അരിച്ചു കുറുക്കി പഠിക്കണം. സാറ്റിൻ്റെ കാര്യം മാറ്റ് ആണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക. അതെന്ത് ചെയ്യുക, മാക്സിമം ചെയ്തിട്ട് ടൈം മാനേജ്മെൻറ്റ് ഇല്ലാതെ ഒരു പരിപാടി നമുക്ക് നടക്കില്ല. നിങ്ങൾക്ക് അറിയുന്നതല്ലേ, പല കുട്ടികളും ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ്. സമയം അവസാനം എത്തുമ്പോഴത്തേന് 10, 20, 30 ചോദ്യം ബാക്കിയുണ്ടാവും, അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ലാന്ന്. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ടൈം മാനേജിങ് ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക, ടൈം ഷെഡ്യൂൾ ചെയ്യുക, ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഒഴിവാക്കാൻ പറ്റാത്ത പരിപാടികൾ അത് മാറ്റി നിർത്തി, അത് ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി ബാക്കിയുള്ള സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അത് കറക്റ്റ് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. കാരണം നിങ്ങൾ 8ാം ക്ലാസ്സിലെ കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് NMOS പരീക്ഷയ്ക്ക്. അപ്പോൾ നിങ്ങൾ ടൈം മാനേജ്മെൻറ്റും പ്ലസ് സാറ്റ് മാറ്റ് പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ എനിക്ക് കാര്യത്തിന് ഷുവറാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, എന്തെങ്കിലും നിങ്ങൾക്ക് NMOസുമായി ബന്ധപ്പെട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സഹായിക്കും.